നിനക്ക് ശ്രദ്ധിച്ചോളി, ഇവൻ ജന്മന ക്രിമിനലാ. മുഖം കണ്ടാൽ അറിയാം. അവളുടെ പ്രേമം ഇവിടെ എല്ലാവർക്കും അറിയാമായിരുന്നു. ഏറ്റവും വലിയ ശത്രുവായിട്ട് പോലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മോളെ മീനു, ആ കള്ളന്റെ പിറകെ ഓടിയതൊന്നും ആര്യനോട് പറയണ്ട. അവൻ അറിഞ്ഞ പിന്നെ ആകെ ബഹളാവും. ഭഗവാൻ ആ കള്ളനെ നമ്മുടെ കൈ തന്നെ കൊണ്ടുതരും. അതെ മോളെ, ഞാൻ പറഞ്ഞില്ലേ എനിക്കെന്തോ മനസ്സിലൊരു ഭാരം പോലെ തോന്നുന്നു. ഇതിന്റെയൊക്കെ നിമിത്തങ്ങൾ കാണിച്ചതായിരിക്കും. ആകാശമേ, ആകാശ്, നീ റൂമിലാണോ അതോ പുറത്തോ? ആ, തൊഴുതിട്ട് റൂമിലേക്ക് പോകുന്നു. കുറച്ചെന്നെ വീണ്ടും തൊഴാൻ പോകും. മീനു, ഒരു കാര്യം പറയാനുണ്ട്. നീ ഒറ്റയ്ക്കാണോ? എന്താ ആകാശ്? അമ്മ അടുത്തുണ്ടോ? ഒരു പ്രധാനപ്പെട്ട കാര്യം. തൽക്കാലം അമ്മ അറിയണ്ട. ഞാൻ ശ്രദ്ധിച്ചോളാം ആകാശ്. ആകാശ് കാര്യം പറ. മീനു, ഇവിടെ മിത്രയുടെ കല്യാണം മുടങ്ങി. എന്താ? അവൾ വീട്ടിൽ നിന്ന് ഒളിച്ചോടി. വാങ്ങി വെച്ച ആഭരണങ്ങളൊക്കെ എടുത്തോണ്ടാ പോയെ. ശരി, ഞാൻ ശ്രദ്ധിച്ചോളാം. ശരി. എന്താ മോളെ? എന്താ? അല്ല, ആകാശ് എന്താ പറഞ്ഞത്? എന്താ കാര്യം? ഒന്നുമില്ല അമ്മ. അല്ല, എന്തോ ഉണ്ട്. മോള് കാര്യം പറ. അമ്മ, നമുക്ക് ആര്യനെ വിളിക്കാം. അവനെ കടയിൽ കാണും. നീ കാര്യം പറ. അമ്മ വാ, ഞാൻ പറയാം. അല്ല, മോളെ മോളെ മീനാക്ഷി, കാര്യം എന്താ? നീ പറയാം അമ്മേ. അമ്മ വാ. ഈ മിഥുനത് എവിടെ പോയി കിടക്കും എന്റെ ഈശോ? എന്താ മോളെ കാര്യം എന്താ? അമ്മ, സത്യം പറഞ്ഞ ഞാൻ ആദ്യം കരുതിയത് ഇതാരും അറിയിക്കണ്ടെന്നാ. ആകാശ് അങ്ങനെയാ പറഞ്ഞതും. പിന്നെ തോന്നി മറച്ചു വെച്ചിട്ട് കാര്യമില്ലാന്ന്. ഇപ്പൊ എല്ലാരും ഈശ്വര സന്നിധിയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇതുപോലൊരു കാര്യം ഒളിച്ചു വെച്ച് പെരുമാറുന്നത് ഒട്ടും ശരിയല്ല. മോളെ നീ എന്താ പറഞ്ഞു വരുന്നേ? അമ്മ, മിത്രയുടെ കല്യാണം ഇല്ലേ, അത് ആ കല്യാണം മുടങ്ങിപ്പോയി. എന്താ പറഞ്ഞേ? എനിക്ക് മനസ്സിലായില്ല. മിത്രയുടെ കല്യാണം? അമ്മ, ആ കല്യാണം മാറിപ്പോയി. മിത്രയുടെയും ആലോകിന്റെയും കല്യാണം നടക്കില്ല. മിത്രയുടെ കല്യാണം നടക്കില്ലേ? ആര് പറഞ്ഞു നടക്കില്ലെന്ന്? എന്താ നീ പറയുന്നേ? എന്താണ് ഇത്? ഈ വിവരം ഞാൻ അറിഞ്ഞിരുന്നു. അമ്മയ്ക്കും അടുത്തേക്ക് വിഷമമുണ്ടെന്ന് കരുതിയാ പറയാതിരുന്നു. ഇല്ല, നിങ്ങൾ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കില്ല. വെറുതെ പറയുന്നതാ. എന്താ സംഭവിച്ചു പറ. പറയാമേ, കല്യാണത്തലേന്ന് മിത്ര അവളുടെ കാമുകന്റെ കൂടെ ഒളിച്ചോടി പോയി. സത്യമേ, അവൾക്ക് ആരോടെങ്കിലും അടുപ്പം കാണുമായിരിക്കും. അത് വീട്ടിൽ പറയാൻ പേടിച്ചു കാണും. അവസാന നിമിഷം അവള് പോയി. പക്ഷേ അവൾ കയ്യും വീശിയല്ല പോയത്. കല്യാണത്തിന് വേണ്ടി എടുത്ത സ്വർണവും കുറെ പണമായിട്ട് അവൾ പോയിരിക്കുന്നത്. ആർക്കൊപ്പം മോളെ അവൾ ഇറങ്ങിപ്പോയത്? അതറിയില്ലമ്മേ. എനിക്ക് അവനെ അറിയാവുന്ന കാര്യം തൽക്കാലം ഇവരറിയണ്ട. എനിക്കെന്ത് തലകറങ്ങുന്ന പോലെ തോന്നുന്നു. അവിടെ നടന്ന കാര്യം ആലോചിച്ച് അമ്മ തലയിറങ്ങി വീഴാനൊന്നും പോടാ. അവളീ കാണിച്ചതിനെ അവൾ അനുഭവിച്ചോളൂ. അവളെ കാണിച്ചതിനെ അവളല്ല അനുഭവിക്കുന്നത്, എന്റെ ഏട്ടന്മാര്. കൃഷ്ണമംഗലത്തെ അവസ്ഥ ഇപ്പൊ എന്തായിരിക്കും? ഇത്രയും വലിയൊരു ചതി കാണിക്കാൻ അവൾക്ക് എങ്ങനെ തോന്നി? എന്റെ ഈശ്വര, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണല്ലോ അല്ലേ? ഈ ലോകത്തെ എന്തൊക്കെയാ നടക്കുന്നത്? അമ്മ വിഷമിക്കാതെ. അതെ, അവളുടെ വീട്ടുകാരുടെ കയ്യിലിരിപ്പ എല്ലാത്തിനും കാരണം. അമ്മയുടെ രണ്ട് ഏട്ടന്മാരുണ്ടല്ലോ, നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രം അവതരിച്ചവര്. വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. ഞാൻ കുറച്ചു ദിവസമായി പറയുന്നില്ലേ, മനസ്സിനെന്തോ ഭാരം പോലെ തോന്നുന്നു. ഉറക്കത്തിലും മനസ്സാകെ അസ്വസ്ഥമാകുന്നു. ഒക്കെ ഇതിന്റെ സൂചനകളായിരുന്നു. ഈശ്വര, എങ്കിലും അവൾ ഇങ്ങനെ ഒരു ബുദ്ധിമോശം കാണിച്ചല്ലോ. ബുദ്ധിമോശോ? ഇതിനൊക്കെയാണോ അമ്മേ ബുദ്ധിമോശം എന്ന് പറയുന്നത്? അതിബുദ്ധിയാ, അതിബുദ്ധി. കാമുകനെയും കിട്ടി, കല്യാണത്തിന് ഒരുക്കി വെച്ച സ്വർണവും കിട്ടി. ഞാൻ അവളുടെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയപ്പോ ആ വീടിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു? അവിടെയും കരച്ചിലും നിലവിളിയൊക്കെ ആയിരുന്നു.
ശരിയാണെങ്കിൽ ഇന്നിപ്പോ എനിക്ക് ശേഷം വന്ന തലമുറ ചെയ്യുന്നതും ശരിയല്ലേ? എനിക്ക് കുറ്റപ്പെടുത്താൻ അർഹതയുണ്ട്. അച്ഛാ, അച്ഛൻ ഇത് കഴിക്കേ, ചായയും കുടിക്കേ. വേണ്ട മോളെ. അത് പറ്റില്ല. രാവിലെ അച്ഛൻ ഒന്നും കഴിച്ചില്ല. ഇതെങ്കിലും കഴിക്കേ. ഈ ചായയും കുടിക്കേ. മോളെ. എന്താ അച്ഛാ? ഏയ് ഒന്നുമില്ല. അച്ഛാ, കാര്യം പറ. അല്ല, അച്ഛൻ ഓരോന്ന് ആലോചിക്കായിരുന്നു. ഒരിക്കലും നമ്മള് വീട്ടുകാരെ വിഷമിപ്പിക്കാൻ പാടില്ല. എനിക്ക് മനസ്സിലായി. ഞാനും ആ മിത്രേച്ചിപ്പോൾ ആകരുതെന്നല്ലേ അച്ഛൻ ഉദ്ദേശിച്ചേ? അല്ല മോളെ, ഞാനൊന്നും മനസ്സിൽ വെച്ചിട്ടല്ല. അച്ഛൻ പേടിക്കണ്ട. എനിക്ക് എന്റെ അച്ഛനെ അമ്മയെ അറിയാം. അവരുടെ ആഗ്രഹങ്ങളും അറിയാം. ആര്യൻ കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. അവനും കൂട്ടുകാരും കൂടി അന്വേഷിച്ചു പോയേനെ. ആര്യൻ അവനൊരു ബലവാ. ഇനിയിപ്പോ അന്വേഷിച്ചു പോയിട്ടും കാര്യമില്ല. അവരെ അവരുടെ ഇഷ്ടത്തിന് വിട്ടേക്കാം. നമ്മളെ ആകാശം എന്തെങ്കിലും അറിഞ്ഞിട്ട് വിളിക്കുന്നതായിരിക്കും. ഫോണെടുക്ക. അമ്മയാ? അച്ഛൻ അമ്മയോടൊന്നും പറയണ്ട. ഗോമതി, ഗോമതി, ഗോമതി. മിത്ര ചതിച്ചു കളഞ്ഞു അല്ലേ ബാലേട്ട? അമ്മ ഇങ്ങനെ അറിഞ്ഞു? ഗോമതി, അതൊക്കെ അവരുടെ കാര്യം. നീ കരയാതെ. നിങ്ങൾ പോയ കാര്യം സമാധാനമായി തീർത്തിട്ട് വരാൻ നോക്ക്. സമാധാനായിട്ടിരിക്കാനോ? എന്റെ ഏട്ടന്റെ മോളല്ലേ ബാലേട്ട മിത്ര? കുടുംബങ്ങൾ തമ്മിൽ മിണ്ടാതെ പറയാതെയൊക്കെ ഇരിക്കുന്നെങ്കിലും ബന്ധങ്ങളല്ലാതായി മാറും. ബാലേട്ടന് ചിലപ്പോ അതൊക്കെ അവരുടെ കാര്യങ്ങളാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുമായിരിക്കും. പക്ഷെ എനിക്ക് ആനന്ദവർമ്മ അച്യുതവർമ്മയൊക്കെ കൂടെ പറമ്പുകളാ ബാലേട്ട. അവര് കരയുമ്പോ എനിക്ക് സമാധാനായിട്ടിരിക്കാൻ പറ്റില്ല. ബാലേട്ട, അടുത്ത ആരാ ഉള്ളത്? ഓടൊന്ന് കൊടുക്കാവോ? അമ്മ, അമ്മേ, മിത്രയെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ? അവിടെ ഏട്ടന്മാരുടെ അവസ്ഥ എന്താ? കാര്യങ്ങൾ എന്തായി മോളെ? നീ അത് വിശദമായിട്ട് പറ. അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോളെ. ബാലേട്ടൻ അവരോടുള്ള ദേഷ്യത്തില്ല. ചിലപ്പോ ഇതൊന്നും അത്ര വലിയ കാര്യമായിട്ട് വരില്ല. എന്തായി പറയുന്നേ? അവിടെ കല്യാണ വീട്ടുകാര് അമ്മയുടെ ഏട്ടന്മാരോട് വഴക്കിന് ചെന്നപ്പോഴും കല്യാണം കൂടാൻ വന്നവരെ ആക്ഷേപിച്ചപ്പോഴും അച്ഛനെ മുൻകൈ എടുത്ത് ഏട്ടന്മാരെ സമാധാനിപ്പിച്ചെന്ന് ആകാശേട്ടൻ പറഞ്ഞു. അച്ഛനെ കുറിച്ച് അമ്മക്ക് ആരും അറിയാതെ ഓരോന്നും പറയാതെ മിത്ര പോയതിൽ ഇവിടെ എല്ലാവർക്കും വിഷമമുണ്ട്. ഞാൻ ദേ അച്ഛൻ കയ്യിൽ കൊടുക്കാം. അച്ഛൻ തന്നെ സംസാരിക്കും. ഇതാ അച്ഛാ. ബാലേട്ട, വെപ്രാളത്തിൽ അതൊന്നും സാരമില്ല ഗോമതി. ഇനി ഇവിടെ ആർക്കും ഒന്നും ചെയ്യാനില്ല. ആ കുട്ടി തിരിച്ചറിവില്ലാതെ ഒരു എടുത്തിയാട്ടം കാണിച്ചു. അതിന്റെ ജീവിതം എങ്ങനെ വേണമെന്ന് അത് തീരുമാനിച്ചു കാണും. അതിൽ വിഷമിച്ചിട്ട് കാര്യമില്ല. അല്ല, അവിടെ ഇതെങ്ങനെ അറിഞ്ഞു? പിള്ളേരോട് ഞാൻ പറഞ്ഞിരുന്ന നിങ്ങളെ വിളിച്ച് അറിയിക്കരുതെന്ന്. ആകാശം മീനാക്ഷിയോട് പറഞ്ഞു. ബാലേട്ട, എന്നാലും ഈ മിത്ര എന്ത് ചതിയാ കാണിച്ചത്? എനിക്ക് അവളോട് ദേഷ്യം തോന്നും. ആഭരണം, പൈസ എല്ലാം എടുത്തോണ്ട് പോയില്ലേ? എല്ലാം ആലോചിച്ചുറപ്പിച്ചിട്ട് തന്നെ. ഒരു കുടുംബത്തിന് ഇങ്ങനെ എവിടെ ചതിച്ചു കളഞ്ഞില്ല ബാലേട്ട. ഗോമതി, ഇനി കരഞ്ഞിട്ടോ നിലവിളിച്ചിട്ടോ ഒരു കാര്യമില്ല. അത് കഴിഞ്ഞു. ഞാൻ വിളിക്കാം ബാലേട്ട. അത് കഴിഞ്ഞു. പോട്ടെ, അവളെവിടേക്കെങ്കിലും പോട്ടെ. പോയത് ഏതെങ്കിലും നല്ലൊരാളുടെ കൂടെ ആയാൽ മതിയായിരുന്നു. അമ്മേ, അതിനൊരു സാധ്യതയും കാണുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരുത്തിന്റെ കൂടെയാണ് അവൾ പോയിട്ടുള്ളതെങ്കിൽ അവളുടെ ജീവിതം തീർന്നു. ഒരു ലോക ഫ്രോഡ്. 99% അവന്റെ കൂടെ തന്നെ ആയിരിക്കും പോയിട്ടുണ്ടാവാൻ സാധ്യത. ഫ്രോഡോ? അപ്പൊ നിനക്ക് അറിയായിരുന്നോ? അവനാണെന്ന് ഉറപ്പില്ല. പിന്നെ ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് ഫ്രണ്ട്സ് ഒരുപാട് ഉണ്ടാവുമല്ലോ. ഇവനാണെങ്കിൽ അവൾ തീർന്നു. അവൾക്ക് എങ്ങനെ ഒരുത്തിനാണ് ഇഷ്ടമെങ്കിൽ നീ എന്താണ് വീട്ടിൽ അറിയിക്കാതിരുന്നത്? ഏത് വീട്ടിൽ അറിയിക്കണമായിരുന്നു? കൃഷ്ണമംഗലത്തോ? അതുമല്ല, ഞാൻ എന്തിനു പറയണം? കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള പ്രായമായില്ല അവൾക്ക്. ഞാൻ അവളോട് 2-3 തവണ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞതാ. അപ്പൊ അവളത് മൈൻഡ് ചെയ്തില്ല. ഇനി അവളായി അവളുടെ പാടായി. അമ്മേ, നമുക്ക് ഇതിലൊന്നും കയറി തലയിടണ്ട. ദർശനം കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് നമുക്ക് തിരിച്ചു പോകാൻ വഴി നോക്കാം. അമ്മ, വിധിയുടെ ഓരോ രീതികൾ നോക്കണം. മിത്രയുടെ കല്യാണം കാണാൻ കഴിയാത്ത വിഷമത്തില നമ്മൾ ഗുരുവായൂർക്ക് വരാൻ തീരുമാനിച്ചത്.
പക്ഷേ ഇപ്പോ കൃഷ്ണമംഗലംകാർക്കും ആ വിവാഹം കാണാൻ പറ്റിയില്ല. കണ്ണ, ഞാൻ ഇതേ സ്ഥാനത്ത് നിന്റെ മുന്നിൽ നിന്ന് കരഞ്ഞു പറഞ്ഞതല്ലേ ഞങ്ങളുടെ മിത്രയുടെ കല്യാണം മംഗളമാക്കണമെന്ന്. എന്നിട്ട് നീ കൈവിട്ട് കളഞ്ഞില്ലേ? എന്റെ പ്രാർത്ഥനയെ യാചനയെ നീ കൈക്കൊണ്ടില്ലല്ലോ. ഞങ്ങളുടെ കുടുംബം നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? നീ ഞങ്ങൾക്ക് മേൽ ഓരോരോ വിഷമങ്ങൾ തരികയല്ലേ കണ്ണ. നിന്റെ ഭക്തനോട് നിനക്ക് ഒരു ദയയില്ലേ? വേണ്ട വേണ്ട, ദയവ് കാണിക്കണ്ട. എന്റെ മിത്രയെ കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടുന്നത് വരെ ഞാൻ ഇവിടെ എണീക്കില്ല. നിന്റെ മുമ്പിൽ ഞാൻ ഉപവാസിക്കാൻ പോവാ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോളെ. എന്റെ കണ്ണീര് ഭഗവാൻ കാണുന്നില്ലല്ലോ. ഭഗവാനെ, अब ऑनलाइन ही सब कुछ है, पर क्या सब कुछ जो ऑनलाइन है आपके लिए सही है? शेयर करें आपकी राय और बेहतर बनाएं आपका ऑनलाइन अनुभव. सब लीजिए. കൂടുതൽ നല്ലതിന് വേണ്ടിയാണ് ആ കുട്ടി വീട്ടിൽ നിന്ന് പോയതെങ്കിലും ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന പയ്യനേക്കാൾ നല്ലൊരു പയ്യനെയാണ് കിട്ടുന്നതെങ്കിലും അല്ല, അത് അങ്ങനെയായിരിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? നമുക്കൊന്നും അറിഞ്ഞുകൂടല്ലോ. ശ്രീരാമൻ വനവാസത്തിന് പോയപ്പോൾ എല്ലാവരും കരഞ്ഞു. പക്ഷേ രാവണ നിഗ്രഹം കഴിഞ്ഞപ്പോൾ എല്ലാവരും സന്തോഷിച്ചു. ദേവകൾ പുഷ്പങ്ങൾ വർഷിച്ചു, അല്ലേ? ഓഡിറ്റോറിയത്തിൽ പ്രഭാഷണം നടത്താമെന്നവർ പറഞ്ഞു കേട്ട ഉദാഹരണങ്ങളാണ്. അമ്മയുടെ ജ്യേഷ്ഠന്റെ മകൾ ഒളിച്ചോടിയെങ്കിലും നല്ലൊരു ജീവിതമാണ് കിട്ടുന്നെങ്കിലും അതിന് മിത്ര ഒളിച്ചോടിന്ന് ആരും പറഞ്ഞില്ലല്ലോ. കല്യാണം തുടങ്ങിയല്ലേ പറഞ്ഞുള്ളൂ. പിന്നെ ഒളിച്ചോടിന്ന് ആര് പറഞ്ഞു? അല്ല, കല്യാണം മുടങ്ങുന്നത് ഇപ്പോൾ ഒളിച്ചോട്ടം കാരണമാണല്ലോ. പിന്നെ കണ്ണൻ എല്ലാം കാണുന്നുണ്ട്. ചേരേണ്ടവരെ കൃത്യമായി തന്നെ കൊണ്ടു ചേർക്കാൻ ഭഗവാൻ അറിയാം. അതുപോലെ തന്നെ സംഭവിക്കും. അമ്മ വിഷമിക്കാതെ, ഞാൻ പോട്ടെ. മീനു, അപ്പയ്യ വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോ ചെറിയൊരു ആശ്വാസം. സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും മിത്ര എന്റെ അടുത്ത് എത്തുമെന്ന് പറഞ്ഞപ്പോ ഒരു സന്തോഷം. അമ്മ, ആ നന്ദൻ അമ്മ പറഞ്ഞ പോലെ വെറുതെ പറഞ്ഞതായിരിക്കും. പക്ഷേ പുള്ളി പറഞ്ഞതുപോലെ മിത്ര അമ്മയുടെ അടുത്ത് എത്തുന്നൊന്ന് ആലോചിച്ച് നോക്കി. ഒരു സന്തോഷം കിട്ടുന്നില്ലേ? വാ അമ്മ, എനിക്ക് വാ. ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, അവനെ അവളെയും കണ്ടുപിടിച്ച് വീട്ടിലെത്തിക്കണം. ആലോകെ, വിവേകം വീട്ടുകാരും വിഷമത്തില. എല്ലാരും അവിടെ വല്ലാത്തൊരു മാനസികാവസ്ഥയില്ല. ഞാൻ അതിനേക്കാൾ മോശം മാനസികാവസ്ഥയിലാ ശ്യാമേട്ടാ. എന്റെ കല്യാണം മുടങ്ങിയില്ലേ? എനിക്കിനി ഒരു കല്യാണം നടക്കുവോ? ഇവക്ക് ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? പാവം വെല്ലിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വർണം കൊണ്ടല്ലേ അവൾ പോയത്. കള്ളി, കാര്യം കള്ളി. ഹലോ, ആ ശരി, ആ അവിടെയോ? ആ ഓക്കെ ഓക്കെ. ആ ആരാ വിളിച്ചത്? അച്ഛാ, വിളിച്ച ഇന്ന് രാവിലെ 3 മണിക്ക് അവൾ ഒരുത്തരും കൂടെ കാറിൽ ചാലക്കുടി വഴി പോകുന്ന കാണുന്നത് എന്റെ ഒരു കൂട്ടുകാരന്റെ പരിചയക്കാരൻ പറഞ്ഞു. ഹലോകെ, അവരെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ. അതിനേട്ടാ, അവർ രണ്ടുപേരും വരട്ടെ. അവരുടെ കല്യാണം നമുക്ക് ഈ വീട്ടിൽ വെച്ച് നടത്താം. ഇത് പറയാൻ വെല്ലുമിക്ക് എങ്ങനെ തോന്നി? നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ട് നിൽക്കുമോ നമ്മള്? നാളെ മുതൽ പുറത്തിറങ്ങാൻ പറ്റുമോ? അവളെ ഈ വീട്ടിലെന്നല്ല, ഈ നാട്ടിൽ പോലും കയറ്റാൻ പാടില്ല. എന്റെ രീതികൾ നീ അങ്ങ് അംഗീകരിച്ചോ, മനസ്സിലായോ? മോളെ, നിങ്ങൾ വീണ്ടും വന്നോ? ഇതൊരു ശല്യമായല്ലോ. പെട്ടെന്ന് അങ്ങോട്ട് പോയി നോക്കാം.